തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. മലയാളികൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 മാങ്ങ ചെത്തി അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ ഉള്ളിൽ 4 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. അത് സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മാങ്ങയും പച്ചമുളകും ഇട്ടതിന് ശേഷം നമുക്ക് അതിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വേണം തിളപ്പിക്കാൻ. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 1 മുറി തേങ്ങയും 1 സ്പൂൺ ജീരകവും 2 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായി അരച്ചെടുത്തതാണ്. അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ തൈര് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഉടച്ചെടുത്താണ്. അതുകൂടി ഒഴിച്ചു കൊടുക്കാൻ പോകണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. വളരെ രുചിയാണ്. അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇനി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഉപ്പ് കുറച്ചുകൂടി വേണം. ഓരോ തൈരിൻ്റെയും പുളിയുടെ അനുസരിച്ചാണ് ഉപ്പ് പിടിക്കുന്നത്. ഇതിനകത്തൂടെ ഒരു ആവി വരും. അപ്പോൾ ആ ആവി വരുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് മോര് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. പുളിശ്ശേരി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിനുള്ള കടുക് കൂടി വറുത്തെടുക്കാം. അതിനുവേണ്ടി 2 ചുമന്നുള്ളി അരിഞ്ഞ് ഞാൻ അടുപ്പിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് കൂടി കീറിയിടാൻ പോവാണ്.
ഇതുപോലൊക്കെ ആവി വരുമ്പോൾ നമ്മൾ തീയോ ഓഫാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ കടുക് വറക്കാനിട്ടത് പൊട്ടി തുടങ്ങി. ഇനി അതിലേക്ക് 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അത് ഓഫ് ചെയ്ത് വെച്ചു. ഇനി കറിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് പൊട്ടിച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 സ്പൂണ് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് വേണം ഇളക്കാൻ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക.